അങ്കമാലി ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച 6 അന്തർദേശീയ ലാബുകൾ 27-ന് നാടിന് സമർപ്പിക്കും. ഫിസാറ്റ് ഗ്രീൻഫീൽഡിൽ നടക്കുന്ന സമ്മേളനം കേന്ദ്ര ടൂറിസം, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഓട്ടോഡെസ്ക്, VLSI, AR, VR, സ്നൈഡർ തുടങ്ങിയ അന്തർദേശീയ കമ്പനികളുടെ രാജ്യാന്തര നിലവാരത്തിലുള്ള ലാബുകളാണ് ഫിസാറ്റിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് കോളേജ് അധികൃതർ. എൻ്റെ പേര് ഷിമിത്ത്, ഫിസാറ്റ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചെയർമാനാണ്. അബ്ദുല്ല സാറ് ഫിസാറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൊസൈറ്റി, അതിൻ്റെ അസോസിയേറ്റ് സെക്രട്ടറിയാണ്. പ്രിൻസിപ്പൽ ഫിസാറ്റിൻ്റെ ഡോക്ടർ ജേക്കബ് തോമസ് വി, PRO ഷിൻഡോ സെബാസ്റ്റ്യൻ. അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി നമസ്കാരം. സ്കിൽസ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് മിനിസ്ട്രിയുടെ കീഴിലുള്ള നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ NSDC ഫിസാറ്റിൽ ഏകദേശം 7 കോടിയോളം രൂപ ചെലവിട്ട് ഒരു 6 ഇൻ്റർനാഷണൽ ലാബുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിലുള്ള ലാബുകളാണ്. അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 27-ാം തീയതി രാവിലെ 8:30 ബഹുമാനപ്പെട്ട കേന്ദ്ര മിനിസ്റ്റർ സുരേഷ് ഗോപി അവർ നിർവഹിക്കുന്നതായിരിക്കും. അതിൽ അധ്യക്ഷം വഹിക്കുന്നത് MLA ശ്രീ അങ്കമാലി MLA ശ്രീ റോജി M. ജോൺ ആണ്. അപ്പോൾ പരിപാടിയിൽ ഇൻഡസ്ട്രി മിനിസ്റ്റർ P. രാജീവ്, ബെന്നി ബെഹനാൻ MP, പിന്നെ മറ്റ് NSDCയുടെ ചെയർമാൻ, പിന്നെ എത്തനോടെക് അക്കാദമി, ഈ ഒരു പ്രോഗ്രാം പാർട്ട്ണറായിട്ട്, എഡ്യൂക്കേഷൻ പാർട്ട്ണറായിട്ടുള്ള എത്തനോടെക് അക്കാദമിയുടെ ചെയർമാൻ കിരൺ രാജണ്ണ, മറ്റു ഇൻഡസ്ട്രിയലിസ്റ്റ്, മറ്റു കോളേജിൽ നിന്നുള്ള എല്ലാവരും, പ്രിൻസിപ്പൽമാർ, അങ്ങനെയുള്ളവരെല്ലാവരും പങ്കെടുക്കുന്നതാണ്. ഈ ഒരു ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റിന്, കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ ഇൻ്റർനാഷണൽ കോഴ്സുകൾ, ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, AR, VR, സ്നൈഡർ എന്നുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. അത് കുറഞ്ഞ ചെലവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുക എന്നുള്ളതാണ്. കേരളത്തിലെ ഫിസാറ്റിന് മാത്രമാണ് ഇങ്ങനെ ഒരു ലാബുകൾ അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന്. കേരളത്തിന് പുറത്ത് VIT അങ്ങനെയുള്ള വലിയ കോളേജുകളിൽ ഈ ഒരു ലാബുകൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ ചിലവിലെന്ന് പറയുമ്പോൾ ഈ ഒരു കോഴ്സ്, ഇപ്പോൾ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു കോഴ്സ് ഒരു വിദ്യാർത്ഥി, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 50,000 രൂപയോളം ചിലവുണ്ട്. പക്ഷെ അത് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെയുള്ളൊരു സബ്സിഡി മൂലം ചിലവാകുമ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ഒരു കോഴ്സ് പഠിച്ചിറങ്ങാം. ഇത് അവരുടെ എഞ്ചിനീയറിംഗിന് ശേഷവും അല്ലെങ്കിൽ അവരുടെ കരിയർ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള സ്വപ്നങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഇത്തരത്തിലുള്ള കോഴ്സുകൾ നന്നായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും മുൻനിരയിലുള്ള കോളേജുകളിൽ ഒന്നായി വളർന്നു വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രേഡ് യൂണിയൻ്റെ ഇനിഷ്യേറ്റീവിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ച് ആ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 25ാമത് വർഷത്തേക്ക് കടക്കുകയാണ്. 3600ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയൊരു ക്യാമ്പസാണ്. 7ഓളം BTech സ്ട്രീമുകളും അതേപോലെ തന്നെ MCA, MTech, ഇൻ്റഗ്രേറ്റഡ് MCA, ഇത്തരം കോഴ്സുകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയർമാൻ പറഞ്ഞ പോലെ വളരെ ഒരു വലിയ അനുഗ്രഹം എന്നുള്ളതാണ് ഇപ്പോൾ ഈ അവസരം കിട്ടിയിരിക്കുന്നത്. അതായത് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കോളേജിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഫണ്ട് അത് അനുവദിച്ച് കിട്ടി. നമുക്ക് 7ഓളം ലാബുകൾ, അതും ഇൻ്റർനാഷണൽ നിലവാരത്തിൽ സ്ഥാപിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അത് വളരെയധികം നമുക്ക് ഫിസാറ്റിലെ കുട്ടികൾക്ക് മാത്രമല്ല, നാളെ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിൽ നൈപുണ്യം നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപിച്ചിട്ടുള്ള ലാബുകൾ. ഈ ലാബുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നിലവാരത്തിലുള്ള ലാബുകളല്ല. അതിവിടെ സാർ കാണിക്കും. വളരെ ഉന്നതമായ നിലവാരത്തിലുള്ള വളരെ അധികം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഇൻസ്ട്രുമെൻറ്റുകൾ കൊണ്ടുവന്ന് അത് ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ ലാബുകളൊക്കെ. അതിൻ്റെ ഉദ്ഘാടനമാണ്
മറ്റന്നാൾ നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, അതുപോലെ സംസ്ഥാന മന്ത്രി ശ്രീ പി രാജീവ്, എം എൽ എ അധ്യക്ഷത വഹിക്കുന്നു ശ്രീ റോജി വി ജോൺ, അതുപോലെ MP ശ്രീ ബെന്നി ബെഹനാൻ, അതേപോലെ ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അതേപോലെ ഇത് നടത്തുന്നത് ഇത്തരത്തിലുള്ള ലാബുകൾ സ്ഥാപിച്ച് നടത്തിയാൽ മാത്രം പോരാ, അത് വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കുട്ടികളിൽ കൊടുക്കുകയും അവർക്ക് സമയോചിതമായ രീതിയിൽ പരീക്ഷ നടത്തി അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഗ്ലോബലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ ചെന്നാലും ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അത് അങ്ങേറ്റം വാല്യൂ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നിയോഗിച്ചിട്ടുള്ളൊരു ഏജൻസിയാണ് എത്നോടെക് എന്ന് പറയുന്ന ഏജൻസി. ആ ഏജൻസിയാണ് ഇതിൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉദ്യോഗസ്ഥരുണ്ടാവും. ഇതെല്ലാം കൊണ്ടും നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഫിസാറ്റിൻ്റെ മാത്രമല്ല, കേരളത്തിലെ എഞ്ചിനീയറിംഗ് മേഖലയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ കുട്ടികളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് മീഡിയയുടെ ആളുകളോട് ഞങ്ങൾക്ക് പ്രത്യേക അഭ്യർത്ഥനയാണ്. ഇത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ അല്ലെങ്കിൽ MBA പ്രോഗ്രാം ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ സെമസ്റ്ററിൽ ഒരു കോഴ്സ് വെച്ച് ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ അവരുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് അവിടെ രൂപം കൊടുത്തിട്ടുള്ളത്. അത് ഓരോ സെമസ്റ്ററിലും ഓരോ കോഴ്സ് വെച്ച് കുട്ടികൾക്ക് ഈ അവരുടെ എന്താ പറയുക BTech പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ BTech മാത്രമല്ല, അതിൻ്റെ കൂടെ 7ഓളം സർട്ടിഫിക്കറ്റ് കോഴ്സുകളും കൂടെ കൂടിയിട്ട് പാസ്സായി പുറത്തേക്ക് വരാം. വേൾഡിൽ എവിടെ പോയാലും അവർക്ക് ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. അതിനുള്ള എന്താ പറയുക എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഞങ്ങൾ നിങ്ങളെയും കൂടെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ കാര്യത്തിലുള്ള സപ്പോർട്ട് വേണം. അത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. സോ ചെയർമാൻ സാറും അബ്ദുൽ നാസർ സാറും പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമാണ് ഇതുപോലെ നടത്തപ്പെടുന്ന സെൻറ്റർ ഫോർ ഫ്യൂച്ചർ സ്കിൽസ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പിൻ്റെ കീഴിലുള്ള നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അവരുടെ അക്കാഡമിക് പാർട്ണർ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായ ബാംഗ്ലൂർ ബേസ്ഡ് എത്നോടെക് അക്കാഡമി അവരാണ് ഈ പ്രോഗ്രാം നമ്മുടെ ക്യാമ്പസിൽ നടത്തുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 3500 കുട്ടികൾക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ സാറ് പറഞ്ഞ പോലെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഇൻ്റലിൻ്റെയും ആപ്പിളിൻ്റെയും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെയും ഓട്ടോഡെസ്കിൻ്റെയും സ്നൈഡറിൻ്റെയൊക്കെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭ്യമാകുവാൻ സാധിച്ചു. ഈ സെമസ്റ്ററിലും അതുപോലെ ഏകദേശം 1700ഓളം കുട്ടികൾക്ക് ഈ 2 മാസത്തിനിടയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോഴറിയാമല്ലോ പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ കുറവായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഈ അഡീഷണൽ ആയിട്ടുള്ള സ്കില്ലാണ് പല കമ്പനീസും ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ TCS ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് അഷ്വറിൻ്റെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് പ്രത്യേക പരിഗണന അവർ കൊടുത്തിട്ടുണ്ട്. അതും ഈ നമ്മുടെ ഫിസാറ്റ് ക്യാമ്പസിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അടുത്തുള്ള കോളേജുകളിലും കേരളത്തിലെ എല്ലാ ടെക്നിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാവർക്കും നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ വേറെ ഒരു കോളേജുകളിലും ഈ ഫെസിലിറ്റി ഇല്ല എന്നുള്ളത്.